guys, welcome back to Itta Potti. ഇതൊരു സ്റ്റേക്കേഷൻ വ്ളോഗാണ്. ഏകദേശം ഒരു മാസം മുൻപെടുത്ത വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയെന്നാന്ന് വെച്ചാൽ കുറച്ച് മടിയുണ്ടായിരുന്നു, പിന്നെ എക്സാമും ആയിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടില്ലാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചധികം ലേറ്റായി. ഒന്ന് വഴിക്ക് ചായ കുടിക്കാനായിട്ട് നിർത്തിയായിരുന്നു. ഞാൻ ചായ ഒന്നും കുടിച്ചില്ല. ഒരു ലേസ് പോലത്തെ സാധനം വാങ്ങി പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു, അതും ദീപാവലി സമയത്ത്. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് രാമന്റെ ഏതന്തോട്ടം, ബാഹുബലി എന്നിങ്ങനെ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിടത്താണ്. എവിടെന്നറിയോ? വാഗമൺ ഹൈറ്റ്സ്. നമ്മൾ വേറെ 2-3 റിസോർട്ടൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ അവിടെ ഒന്നും റൂമില്ലായിരുന്നു. ഫൈനലി നമ്മൾ വാഗമൺ ഹൈറ്റ്സിലെത്തി. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് അവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇനി അങ്ങോട്ട് പോകാനുള്ള മൊത്തം ജീപ്പിലാണ്. നമ്മളിവിടെ റിസപ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഏത് കോട്ടേജിലോട്ട് പോകണേലും നമുക്ക് ജീപ്പിലൊക്കെ പോകാൻ പറ്റുള്ളൂ. പല കോട്ടേജും പല സ്ഥലത്താണ്. ഈ ഒരു ഏരിയ കാണാൻ അടിപൊളിയായിരുന്നു. നല്ല കിടിലൻ ആംബിയൻസ് ആയിരുന്നു. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ പ്രകൃതി രമണീയമായ സ്ഥലം. അവിടെ 2 ഊഞ്ഞാലുണ്ടായിരുന്നു. ഒരെണ്ണം ടയർ വെച്ചിട്ടും ഒരെണ്ണം തടി വെച്ചിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു. അവസാനം എനിക്ക് ടയറാണ് ഗൈസ് കിട്ടിയത്. പണ്ടുമ്മി ചെറുതായിരുന്നപ്പോൾ ഊഞ്ഞാലിൽ നിന്നാടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇവിടെ കോട്ടേജിലേക്ക് കുറച്ചധികം ദൂരം ഉണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന്. ഇവിടെ കുറേ അധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ കാണിക്കാവേ. നല്ല നാടൻ ഫുഡായിരുന്നു. മീൻകറി, സാമ്പാർ, കോവയ്ക്ക, ബീട്രൂട്ട്, മോരുകറി, തൈര്, പപ്പടം, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. നല്ലായിരുന്നു എല്ലാം. ലാസ്റ്റ് ഒരു പാലട പായസം കൂടെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഇന്നത്തെ ലഞ്ച് കിടിലമായിരുന്നു.
ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കോട്ടേജിലോട്ട് പോവാണ്. ഇതാണ് നമ്മുടെ കോട്ടേജ്. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ മഴയായി. പിന്നെ മഴ കുറഞ്ഞിട്ട് ആ ലേക്കിൻ്റെ അങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ മഴ കുറഞ്ഞിട്ട് ഞങ്ങൾ ഒരുങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങാൻ. അടുത്ത് നമ്മുടെ റിസോർട്ടിന്റെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാണ്. ലേക്കിന്റെ അവിടെ തന്നെ ഒരു അടിപൊളി പാർക്കുണ്ട്. മങ്കി ബാസ് എപ്പോൾ കണ്ടാലും എനിക്ക് അവിടെ തൂങ്ങണം. എന്നിട്ട് കുറച്ച് നേരം തൂങ്ങിയിട്ട് നമ്മൾ വേറെ എങ്ങോട്ടോ പോയി. ആദ്യം നമ്മൾ ബോട്ടിങ്ങിനായിരുന്നു പോയത്. ശരിക്കും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ മഞ്ഞൊക്കെ മൂടി. ശരിക്കും നിങ്ങൾ ആ വീഡിയോ കാണണം, നല്ല സൂപ്പറായിരുന്നു. ശരിക്കും ക്യാമറയിൽ കൂടെ കാണുന്നേക്കാളും അടിപൊളിയായിരുന്നു. മഞ്ഞിങ്ങനെ മൂടി നിൽക്കുമായിരുന്നു, നമുക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു. എന്തായാലും പൊളിയായിരുന്നു. ബോട്ടിങ്ങിന് കുറേ പ്രാവശ്യം പോയിട്ടുള്ളതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു, ചുമ്മാ അങ്ങ് പോയതാണ്. പക്ഷെ സത്യം പറയാമല്ലോ, ഇത്രയും മഞ്ഞിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്ന ആദ്യമായിട്ടാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വന്നു. നല്ല ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് കുറേ എടുത്തു. അങ്ങനെ അതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല മഴ. പിന്നെ നമുക്ക് വേറൊരു ആക്ടിവിറ്റീസും ഒന്നും ചെയ്യാൻ പറ്റാതായി. മഴ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ നേരെ പോയത് റിസപ്ഷനിലോട്ടായിരുന്നു. റിസപ്ഷനിൽ പോയി ഒരു ചായയും പഴംപൊരിയും കഴിച്ചു. മഴ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ടും രാമൻ്റെ ഏതന്തോട്ടത്തിനകത്ത് കാണിക്കുന്ന ട്രീ ഹൗസ് തപ്പിയാണ് പോയത്. അങ്ങനെ ട്രീ ഹൗസ് തപ്പി കണ്ടുപിടിച്ച് അതിൻ്റെ മുകളിലെത്തിയപ്പോഴത്തേക്കിനും പിന്നെ എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ചാർജ് തീർന്നു പോയി ഫോണിൻ്റെ. അവിടെ നമ്മൾ ഒരു വ്യൂ പോയിന്റിലോട്ടൊക്കെ പോയായിരുന്നു.
വ്യൂ പോയിന്റിൽ നിന്ന് നേരെ റൂമിലോട്ട് പോയായിരുന്നു. അവർ പറഞ്ഞായിരുന്നു മഴയില്ലെങ്കിൽ ക്യാമ്പ് ഫയർ കാണുമെന്ന്. പക്ഷെ നമുക്ക് ഭാഗ്യമില്ലായിരുന്നു, മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ക്യാമ്പ് ഫയറും ഇല്ലായിരുന്നു. പിന്നെ ഡിന്നറിന് പോയി നല്ല ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് ക്യാരംസും സ്നേക്ക് ആൻഡ് ലാഡറും ഒക്കെ കളിച്ചു. വാഗമണിലെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ എണീറ്റായിരുന്നു. പിന്നെ ചെക്ക് ഔട്ട് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുവാണ്. കോട്ടേജിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഞാൻ ആദ്യമേ എടുത്ത ചോക്കോസാണ്. ഉമ്മയും വാപ്പയും ഫാമയൊക്കെ കോൺഫ്ലെക്സും പാലുമാണ് എടുത്തത്. ഞാൻ ചോക്കോസ് ഇങ്ങനെ പാലൊന്നും ഒഴിക്കാതെ കഴിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ അതാണ് എടുത്തത്. ഐ ആം സോറി അളിയ, കഴിക്കുന്നതിൻ്റെ തിരക്കിൽ ബാക്കി ഫുഡിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, പോകുന്ന വഴിക്ക് അന്താക്ഷരിയൊക്കെ കളിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇത്രയും നേരം പാട്ട് പാടിക്കൊണ്ട് വന്നുകൊണ്ടാണെന്നറിയില്ല, കുട്ടിക്കാനൊക്കെ ആയപ്പോഴത്തേക്കിനും ഭയങ്കര ദാഹം. അങ്ങനെ നമ്മളിപ്പോൾ തേയിലയിൽ കയറി. നമ്മൾ ഷേക്കും ജ്യൂസൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബൈ.